നമസ്കാരം. നമ്മൾ കേട്ടിട്ടില്ലേ, സ്നേഹമുണ്ട്, അവക്ക് എന്നോട് സ്നേഹ, അവൻ എന്നോട് സ്നേഹ, അവൻ എന്നെ ഇഷ്ട, അവക്ക് എന്നെ ഇഷ്ട എന്നൊക്കെ നമ്മളിത് പറഞ്ഞു കേട്ടിട്ടില്ലേ. ഇതിനകത്ത് യഥാർത്ഥമായിട്ടുള്ളത് ഏതാന്ന് നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? നമുക്ക് അറിയാവോ? ആർക്കും അറിയത്തില്ല. എനിക്കും അറിയത്തില്ലായിരുന്നു. ഈ അടുത്ത കാലത്താണ് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് സ്നേഹം എന്ന് പറയുന്നതാണ് യഥാർത്ഥമായിട്ടുള്ളത്. ഇഷ്ടം എന്ന് പറയുന്നത് താൽക്കാലികമായിട്ട് നൈമിഷികം മാത്രമാണ്. സ്നേഹം, അതായത് ഒരു പൂവിനെ കാണുമ്പോൾ നമുക്ക് ആ പൂ പറിച്ചെടുക്കാൻ തോന്നുന്നത് ഇഷ്ടമാണ്. അത് അപ്പം പറിച്ചെടുത്തു, അത് കുറച്ചു നേരം കഴിഞ്ഞ് പാടിപ്പോയി, അത് ദൂരെ കളഞ്ഞു. ആ സമയത്ത് സ്നേഹമുണ്ടെങ്കിലോ നമ്മൾ ആ ചെടിയിൽ നിന്ന് പൂ പറിക്കില്ല. അതിന് ആ ചുവട്ടിൽ വെള്ളം ഒഴിച്ച് വളമിട്ട് അതിനെ വളർത്തി അതിൽ ഒത്തിരി പൂക്കളുണ്ടാകണ കാത്തിരുന്ന് നമ്മൾ അതിനെ വളർത്തിക്കൊണ്ടിരിക്കും. അത് ഏത് ചെടിയാണെങ്കിലും ഏത് മൃഗത്തിനെയാണെങ്കിലും എന്തിനെയാണെങ്കിലും നമ്മൾ അതിനെ വളർത്തിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ഇഷ്ടമാണെങ്കിലോ അത് ആ നിമിഷത്തേക്ക് മാത്രമേ ഉള്ളൂ. അത് പറിച്ചു കളഞ്ഞു, അപ്പോൾ പോയി. നമ്മുടെ ഇപ്പോൾ ഉള്ള പ്രേമങ്ങളെല്ലാം ഉണ്ടല്ലോ, അത് ഇഷ്ടമേ ഉള്ളൂ, സ്നേഹമില്ല. പണ്ടും അങ്ങനെയുണ്ട് കേട്ടോ. പണ്ടും ഇട്ടിട്ട് പോകുന്നവരില്ലേ, സ്ത്രീധനത്തിന്റെ പേരിലായും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നത്തിന്റെ പേരിൽ ഇട്ടിട്ട് പോകണേ, അവരുടെ ഉള്ളിൽ ഇഷ്ടമേ ഉള്ളൂ, സ്നേഹമില്ല. ആ തൽക്കാലത്തെ അസുഖം മാത്രമേ അവരെല്ലാം അന്വേഷിക്കുന്നുള്ളൂ, അല്ലേ? സ്നേഹം മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരണം. അതാണ് സ്നേഹം. സ്നേഹിക്കുന്നവർ സംസാരിക്കുമ്പോൾ അവരുടെ സംസാരവും സ്നേഹത്തിന്റെ കൂടെ ആയിരിക്കും. ഇഷ്ടമുള്ളവരെ തന്നെ പൊടിപ്പും തൊങ്ങലും കെട്ടി മറ്റുള്ളവരെ വശീകരിക്കുന്ന രീതിയിലുള്ള സംസാരമായിരിക്കും. ആ സംസാരം എന്നാ പറയണേ, തൽക്കാലത്തേക്കേ ഉള്ളൂ. പൊങ്ങച്ചം എന്നെന്ന് പറയണ ഒരു കെട്ടിവെച്ച ഒരു സ്നേഹമാണ് അവർ കാണിക്കുന്നത്. ആ സമയത്തോ ഇഷ്ടം ആയിരിക്കും കേട്ടോ, ഇഷ്ടമായിരിക്കും. എന്നാൽ സ്നേഹമാണെങ്കിലോ ഉള്ളിൽ നല്ല സ്നേഹമായിരിക്കും. അവർ പുറത്ത് കാണിച്ചില്ലെങ്കിലും അവരുടെ ഉള്ളിൽ ആ സ്നേഹം ഉണ്ടായിരിക്കും. ഒരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഒരു സ്കൂട്ടറിലോ അല്ലെങ്കിൽ ഒരു സൈക്കിളിലോ പോകുമ്പോൾ നമുക്കൊരു ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ സ്നേഹമുള്ളവർ നമ്മളോട് ചോദിക്കും, എന്നാ പറ്റിയ, നിനക്ക് എന്നാ പറ്റിയേ എന്ന് ചോദിക്കും. ആ സമയത്ത് ഇഷ്ടമുള്ളവരെന്നാ ചോദിക്കുന്നവരാ, വണ്ടിക്ക് എന്തെങ്കിലും പണി വന്നോ, വണ്ടിക്ക് പണിയുണ്ടോടാ എന്നേ ചോദിക്കുള്ളൂ. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അവർക്ക് ആ വണ്ടിയോടാണ്, ആ തൽക്കാലം ഉള്ള ആ ഇതേ ഉള്ളൂ. അവർക്ക് നമ്മളെക്കാളും ഇഷ്ടം ആ വാഹനത്തിനോടാണ്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. നമ്മുടെ ജീവിതത്തിൽ അത് തന്നെ. പല ഡൈവോഴ്സ് കേസുകളിലും ഇങ്ങനെ തന്നെയാണ്. അവർക്ക് ആ താൽക്കാലമായ സുഖത്തിന് മാത്രമുള്ള സ്നേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇഷ്ടം അങ്ങ് കഴിഞ്ഞപ്പോൾ അവരുപേക്ഷിച്ചു. അത് കഴിയുമ്പോൾ പിന്നെ ആ സമയത്ത് സ്നേഹമുള്ളവർ എത്ര ദുരിതത്തിലാണേലും ദുഃഖത്തിലാണേലും ചേർത്ത് നിർത്തും. നിനക്ക് സുഖമാണോ, നീ സന്തോഷത്തോടെയാണോ ഇരിക്കണേ, നിനക്ക് എന്തെങ്കിലും വേണോ, നീ എന്താ എടുക്കുന്നേ എന്നിങ്ങനെ ചോദിക്കുന്നിടത്താണ് സ്നേഹമുള്ളത്. സ്നേഹമുള്ള ഭർത്താക്കന്മാരെങ്ങനെയാണെന്നറിയാവോ? ഭാര്യ വീട്ടിലിരിക്കുന്ന ആളാണെങ്കിൽ ഭാര്യനെ വിളിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അത് രാവിലെയെന്നോ വൈകുന്നേരം പുള്ളിക്ക് എപ്പോഴാണോ സമയം കിട്ടുന്ന ആ സമയത്തൊക്കെ അന്വേഷിച്ചു. ഭാര്യമാരാണെങ്കിലും ഭർത്താക്കന്മാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. അതാണ് അവരുടെ ഇടയിലുള്ള പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല, ഒറിജിനലായിട്ടുള്ള സ്നേഹമുള്ളവർ. എന്നാൽ ഇഷ്ടമുള്ളവരെന്നാണെങ്കിൽ അറിയാമോ, നമ്മളെ പറ്റിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് സമയത്തൊക്കെ വിളിച്ച് ഇച്ചിരി കിന്നാരമൊക്കെ പറഞ്ഞു എന്നിട്ട് വേറെ വഴി കൂടെ പോണവരായിരിക്കും. അതാണ് ഇഷ്ടം. നമ്മളെ വലിയ താല്പര്യമൊന്നും കാണില്ല, നമ്മളെ ചുമ്മാ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടൊരു വിളിപ്പീര് വിളിക്കുന്നത്. അത് പെട്ടെന്ന് ഇവർക്ക് മനസ്സിലാവുകയും ചെയ്യും. പക്ഷെ പലരും അത് അറിഞ്ഞാലും അറിഞ്ഞില്ല എന്ന് നടിക്കുക ചെയ്യുന്നത്, ഇല്ലേ? അങ്ങനെയാണ് ഇത് രണ്ടിലുള്ള വ്യത്യാസം. ഇതാണ്. പിന്നെ സ്നേഹമാണ് അഖിലസാരമൊഴിയിൽ നിന്ന് നമ്മളൊരു ഇത് കേട്ടിട്ടില്ലേ? അത് സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം, അല്ലേ? സ്നേഹമുള്ളിടത്ത് മാത്രമേ, അല്ലാണ്ട് ഇഷ്ടമുള്ളിടത്ത് നല്ല പറയണം. സ്നേഹമാണ് എല്ലാത്തിൻ്റെ. ഒരമ്മ കുഞ്ഞിനോട് എന്തുമാത്രം സ്നേഹം കാണിക്കുന്നു, അതാണ് ആത്മാർത്ഥമായ സ്നേഹം എന്ന് പറയുന്നത്. നിസ്വാർത്ഥ സ്നേഹമാണ് ഒരമ്മയും കുഞ്ഞും തമ്മിലുള്ളത്. മറ്റേതോ ഇഷ്ടം എന്ന് പറയുന്നത് അത് നൈമിഷികം മാത്രമാണ്. ഒരു നീർക്കുമുള പോലെ ഉള്ളൂ, ഒരു ചേമ്പലയിലിരിക്കുന്ന വെള്ളത്തുള്ളി പോലെയുള്ളത്. എപ്പോൾ വേണേലും താഴ്ചാടി പോകാം, അതുപോലെ ഉള്ളൂ. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. ഈ ഡൈവോഴ്സ് കേസുകളിൽ വന്നിട്ട് അവനവൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് കഴിയുമ്പോൾ പലരെയും എന്നാ പറയണേ, ഈ ചണ്ടി പോലെ എടുത്തെറിയുന്ന കാണാമല്ല ചില പെണ്ണുങ്ങളെ, ചില ഭർത്താക്കന്മാർ. ഇഷ്ടം പോലെ അനുഭവങ്ങളുണ്ട് അതുപോലത്തെ. അതൊക്കെ നിസ്സാരം. അവർക്ക് അതിനോടൊന്നും ഒരു ആത്മാർത്ഥത ഒട്ടുമില്ലാത്ത കൂട്ടരാണ്. പെണ്ണുങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെ. ആത്മാർത്ഥമായ ഒട്ടും സ്നേഹമില്ലാത്ത ഭർത്താക്കന്മാരോട് സ്നേഹമില്ലാത്ത പെണ്ണുങ്ങളും രണ്ട് കൂട്ടരും ഉണ്ട് കേട്ടോ. ഒരു കൂട്ടരെ മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. രണ്ട് കൂട്ടരുണ്ട്. ഭർത്താക്കന്മാരെ പറ്റിക്കുന്ന ഒത്തിരി ഭാര്യമാരുണ്ട്, ഭാര്യമാരെ പറ്റിക്കുന്ന ഒത്തിരി ഭർത്താക്കന്മാരും ഈ ലോകത്തുണ്ട്. നമ്മുടെ സംസ്കാരം അനുസരിച്ച് പരസ്പര സ്നേഹവും വിശ്വാസവുമാണ്, അതാണ് കുടുംബത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത്.
അതിൽ പറ്റീരും കളങ്കവും വന്നു കഴിയുമ്പോഴാണ് ആ കുടുംബ ബന്ധം തകർന്നു പോണേ. ആ കുടുംബം തകരുകയല്ല, ആ ഒരു 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 പറ്റം ആൾക്കാരുടെ ജീവിതം തകർച്ചയിലേക്കാക്കും. അവിടെ ഒന്നും സ്നേഹമില്ലായ്കയാണ് കാരണം. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളോട് ചേർത്ത് നിൽക്കുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് അവരുടെ ആ സ്വഭാവം കണ്ടാൽ നമുക്കറിയാം. അവർ പ്രകടിപ്പിക്കണമെന്നൊന്നുമില്ലാന്നേ. സ്നേഹമൊന്നും ഇങ്ങനെ വാരി വെതറിക്കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളോടൊരു നോട്ടം മതി. സ്നേഹത്തോടെയുള്ളൊരു നോട്ടം കണ്ടാൽ നമുക്കറിയാം അവർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതേപോലെ ഒരു പുഞ്ചിരി മതി. അതാണ് സ്നേഹം. അല്ലാണ്ട് ഇഷ്ടം വന്നു കെട്ടിപ്പിടിച്ചു ഉമ്മ തന്നു ഭയങ്കര വർത്താനം വാചകം അടിച്ചു എന്നിട്ട് അങ്ങോട്ട് മാറി കഴിയുമ്പോൾ എൻ്റെ നീയൊന്നും കല്യാണം കഴിക്കണ്ട, നീയൊക്കെ പെട്ടുപോയി എന്ന് പറയുന്ന ആണുങ്ങൾ ഒത്തിരി പേരുണ്ട്. ചില കല്യാണ സ്ഥലത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ ആണുങ്ങൾ പറയും അവനും പെട്ടു എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? കല്യാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പറയും താലി കെട്ടുന്ന സമയത്ത് അവൻ്റെ കാര്യവും പോക്കായി എന്ന് പറയും. ഇതുപോലത്തെ ആൾക്കാരുണ്ട്. അവിടെയാണ് സ്നേഹം ഇല്ലായ്ക. അതായത് അതിനെയാണ് ഇഷ്ടം എന്ന് പറയുന്നത്. ആ തൽക്കാലത്ത് ഇതിനു വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഇത് അങ്ങനെ ഒരിക്കലും പറയരുത്. ആരാണേലും, ആണാണേലും പെണ്ണാണേലും അങ്ങനെ പറയാൻ പോകരുത്. ഒരു കുടുംബം അവരെ അനുഗ്രഹിക്കുക വേണ്ട നമ്മൾ മനസ്സുകൊണ്ട്. അപ്പോഴാണ് നമുക്കൊരു നല്ല ജീവിതം ഉണ്ടാവുള്ളൂ. നമ്മുടെ മനസ്സാണത്. ആ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് ആ ഒരു കല്യാണം കാണുമ്പോൾ അങ്ങനെ പറയാൻ തോന്നുന്നത്. എന്തുകൊണ്ടാണ്? നമ്മുടെ ഉള്ളിലുള്ള ആ ദുഷിച്ച സ്വഭാവമാണ് നമ്മൾ ആ പുറത്തെടുത്ത് കാണിക്കുന്നത്. അവനും പെട്ടു എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വീട്ടിൽ എങ്ങനെയാണ് പെരുമാറുന്നത് അതാണ് നമ്മൾ പൊതുസ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ പറയുന്നത്. ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ നമ്മൾ ഒരാളെ കുറിച്ച് മോശമായിട്ട് പറയണത് നമ്മുടെ സംസ്കാരമാണ് നമ്മളാ പറയുന്നത്. അത് എവിടെയാണെന്ന് വെച്ചാൽ ഒരു ബോധം ഇല്ലാണ്ട് അങ്ങ് വിളിച്ച് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പെണ്ണാണേലും ആണാണ്. പെണ്ണുങ്ങളും വലിയ സ്റ്റൈലിൽ പറയുന്ന, പക്ഷെ അവരുടെ ആ ഉള്ളിന്റെ സംസ്കാരമാണ് അവരാ പുറത്തെടുക്കുന്നത്. അത് 4 പേരെ കാണുമ്പോൾ വലിയ സ്റ്റൈലിൽ പറയണതാണ് അവർ. പക്ഷെ അതിന്റെ ദൂഷ്യവശം എന്നാണെന്നറിയാമോ? അത് മനസ്സിലാകണവർ മനസ്സിലാകും. അവർക്ക് ആരോടും ഒരു സ്നേഹവും ഇല്ല, ആരോടും ഒരു ഇഷ്ടവും ഇല്ല. അവർക്ക് അപ്പോഴത്തെ ആ സുഖം മാത്രമേ അവർ ഉദ്ദേശിക്കുന്നുള്ളൂ. അതാണ് നമുക്ക് എപ്പോഴും നമ്മൾ എങ്ങനെയാണോ ഒരമ്മ കുഞ്ഞിനെ കൊണ്ടുനടക്കുന്ന പോലെ നമ്മുടെ കുടുംബത്തെ കൊണ്ടുനടക്കാൻ ശ്രമിച്ചു നോക്കി. അവിടെ സ്നേഹമുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, ഐശ്വര്യമുണ്ട്. വീടെന്ന് പറയുമ്പോൾ സ്വർഗമാണത്. അവിടെയാണ് ഏറ്റവും. അതേപോലെ കമിതാക്കളാണെങ്കിൽ പോലും സ്നേഹമായിരിക്കണം, അല്ലാണ്ട് ഇഷ്ടമായിരിക്കരുത്. ഇഷ്ടമാകുമ്പോഴാണ് നമ്മൾ ആസിഡ് ഒഴിക്കാനും ആത്മഹത്യ ചെയ്യാനും എന്ന് വേണ്ട ഇങ്ങനെയുള്ള ദുഷ്ട മനസ്സിലേക്ക് ഉണ്ടാകുന്നത് ഇഷ്ടത്തിന്റെ പുറത്താണ്. അവരുടെ ഇഷ്ടം സാധിക്കാതെ വരുമ്പോഴാണ് അവർ ഇങ്ങനെയുള്ള ക്രൂരകൃത്യങ്ങളിലേക്കൊക്കെ ചെയ്യുന്നത്. പല പെൺപിള്ളേരും ഇപ്പോൾ പെട്ടുപോകുന്നത് എന്തുകൊണ്ടാണ്? ആ ഇഷ്ടത്തിന്റെ പുറത്ത് ആ പെൺപിള്ളേർ അവരുടെ കൂടെ പോകും. ആ ഇഷ്ടം ഏതെങ്കിലും കാരണവശാൽ നടക്കാതെ വന്നു കഴിയുമ്പോഴാണ് അവരുടെ മേത്ത് ആസിഡ് ഒഴിക്കുക, അവരെ കൊലപാതകത്തിലേക്കോ അല്ലെങ്കിൽ ആത്മഹത്യയിലേക്കോ ഒക്കെ കൊണ്ട് എത്തിക്കുന്നത് ഇതാണ്. പല ചെറുക്കന്മാരും അല്ലെങ്കിൽ പെൺപിള്ളേരും വഞ്ചിക്കപ്പെടുന്നതിന്റെ കാരണം ഇഷ്ടത്തിന്റെ പുറത്താണ്. അവർക്ക് അറിയത്തില്ല ഇഷ്ടം എന്താണ്, സ്നേഹം എന്താണ്. എപ്പോഴാണേലും നമ്മൾ എന്നാ പറയണേ, ഒരു അതിർവരമ്പ് വെച്ചുള്ള സ്നേഹം മാത്രമേ, ഇഷ്ടം മാത്രമേ കൂടാവുള്ളൂ. ഇഷ്ടം, സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവരെ ചതിക്കാനോ വഞ്ചിക്കാനോ ശരീരത്തെ സ്പർശിക്കാൻ പോലും തയ്യാറാകുകയില്ല. ആൺപിള്ളേരാണേലും പെൺപിള്ളേരാണേലും. സ്നേഹമുള്ളിടത്ത്, ഇഷ്ടമുള്ളിടത്താണ് നമ്മുടെ ശരീരത്തെ സ്പർശിക്കുന്നത്, നമ്മളെ ചതിക്കുഴിയിൽ കൊണ്ടാക്കാനും ശ്രമിക്കുന്നത്. അത് ആ നിമിഷത്തേന് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. ഒരു കുറച്ച് നേരത്തേന് മാത്രം. അത് കഴിയുമ്പോൾ തന്നെ അവർ ഉപേക്ഷിച്ചു പോയി നോക്കി, ഇവർക്ക് യാതൊരു കുഴപ്പമില്ല. ഇവരെ ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കുറച്ച് ദിവസത്തേന് വലിയ വിഷമമൊക്കെ അഭിനയിക്കും. അത് കഴിയുമ്പോൾ ഇവരത് വിട്ടു. ഇവരെന്നിട്ട് അതിന്റെ വഴിക്ക് പോയി അവരുടെ പാടായി അങ്ങനെ പോകും. അതേപോലെ ഡൈവോഴ്സ് വന്നു നോക്കിയേ. ഇഷ്ടം ഉള്ളവരുടെ ഡൈവോഴ്സ് വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് നാളത്തേന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. അത് കഴിയുമ്പോൾ അവന്റെ കൂടെ ജീവിച്ച് കഷ്ടമായിപ്പോയി, അക്കടെ കൂടെ ജീവിച്ച് കഷ്ടമായിപ്പോയി ഇങ്ങനെ പല്ല് ഉറുമി നടക്കുന്നതാണ്. അത് കഴിയുമ്പോൾ അവരും ആ കേസ് അങ്ങ് വിട്ടു, അവരുപേക്ഷിച്ചു. പിന്നെ അവർ ആ കാര്യത്തെക്കുറിച്ചില്ല. ആ സമയത്ത് സ്നേഹമുള്ളവർ പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും അത്. അവർ പിരിയില്ല ഒന്നാമത്. രണ്ടാമത് പിരിഞ്ഞാൽ തന്നെ അവരെങ്ങനെയെങ്കിലും അത് കൂട്ടി യോജിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ? വർഷങ്ങൾ കഴിഞ്ഞു പോയിട്ടും പിന്നീട് ഒന്നിച്ചു വരുന്നവരെ കണ്ടിട്ടില്ലേ? എത്ര വർഷം കഴിഞ്ഞപ്പോൾ പിരിഞ്ഞു പോയവരാണെങ്കിൽ പോലും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ അവർ ഒന്നിച്ച് ജീവിക്കാമെന്നും പറഞ്ഞ് തിരിച്ചു വരുന്നവരെ നമ്മൾ കണ്ടിട്ടില്ലേ? അവിടെയാണ് സ്നേഹം. അല്ലാണ്ട് കുറേ വർഷം കഴിഞ്ഞു പോയി അവർ പോയത് പോട്ടെ എന്നും പറഞ്ഞ് ഇരിക്കുന്നവരുടെ മനസ്സിൽ ഇഷ്ടമേ ഉള്ളൂ. ഇതാ ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഈ രണ്ട് വാക്കുകൾ നമ്മൾ തെറ്റിദ്ധരിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മുഴുവൻ. അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ നമ്മൾ പറയും. അത് ശരിയാ. ഇപ്പോൾ പിരിഞ്ഞു പോയി കഴിയുമ്പോൾ നമ്മൾ ശരിക്കും പറയണല്ലേ, അവർ തമ്മിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു, ഇപ്പം അത് പിണങ്ങി പിരിഞ്ഞാന്ന് പറയും. ആ ഇഷ്ടം എന്ന് പറയുന്നത് നിമിഷ നേരത്തേക്ക് മാത്രമുള്ളൂ. സ്നേഹമാണ് ദീർഘനാൾ നിലനിൽക്കുന്നത്. സ്നേഹമുള്ള കുടുംബത്തിലുണ്ടല്ലോ, അവർ ചേർത്ത് പിടിച്ചു പോയിക്കോളും.
അവരെന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒന്നിച്ചെടുക്കും, എന്ത് കാര്യങ്ങൾ പറയുമ്പോൾ അവരൊന്നിച്ചെടുക്കും. അവരുടെ എല്ലാ കാര്യങ്ങളും ഒരാൾ ചെയ്യുന്ന പോലെ തന്നെ. ഇപ്പം സ്നേഹമുള്ളവരുടെ മനസ്സിൽ തോന്നുന്നത് തന്നെയായിരിക്കും ദൂരെ ഇരിക്കുന്ന ആ ചെറുക്കനാണേലും പെണ്ണാണേലും അവരുടെ മനസ്സിലത് തോന്നും. ഇവിടെ ഒരു വിഷമം, ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായെങ്കിൽ വിദേശത്തിരിക്കുന്ന ഭർത്താവാണ് ഇപ്പോൾ പുള്ളിക്ക് എന്തെങ്കിലും ഒരു വിഷമം ആ സമയത്തുണ്ടാകും എന്ന് പറയണം. ഒത്തിരി സ്നേഹമുള്ളവരുടെ ഇടയിൽ, ഇഷ്ടമുള്ളവരുടെ ഇടയിൽ ഒന്നും ഉണ്ടാവില്ല. അവരവരുടെ കാര്യം നോക്കി, വിളിച്ചെങ്കിൽ വിളിച്ചു, വിളിച്ചില്ലെങ്കിൽ വിളിച്ചില്ല, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചെങ്കിൽ ചോദിച്ചില്ല. ഇത്രയൊക്കെ ഉള്ളൂ. ഇതാണിവ തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഒരു കുടുംബ സ്വർഗമാകണമെങ്കിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സ്നേഹം ഉണ്ടായിരിക്കണം. ഉള്ളിൻ്റെ ഉള്ളിലെ സ്നേഹം നമ്മുടെ കുടുംബത്തിൽ പ്രതിഫലിക്കണം, നമ്മുടെ മക്കളിലുണ്ടായിരിക്കണം, നമ്മുടെ ഭർത്താവിലുണ്ടായിരിക്കണം, മാതാപിതാക്കളിലുണ്ടായിരിക്കണം. അതാണ് സ്നേഹമായിട്ട് ജീവിക്കണം. അല്ലാണ്ട് ഇഷ്ടമായിട്ട് ജീവിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പം ഞാൻ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു.